സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന നേമവും കഴക്കൂട്ടം ഉൾപ്പെടെ തലസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ 13 സീറ്റിലെ വിജയം ആവർത്തിച്ചില്ല എങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് LDF പ്രതീക്ഷിക്കുകയാണ്. തലസ്ഥാനം പിടിച്ച് കേരള ഭരണത്തിലേറാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF. ഒരിക്കൽ പൂട്ടിപ്പോയ അക്കൗണ്ട് ഇത്തവണ തലസ്ഥാനത്ത് വീണ്ടും തുറക്കാമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ BJPയും നിൽക്കുമ്പോൾ TV പ്രസാദിനോട് വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. പ്രസാദ്, ഇപ്പോൾ 14-ൽ 13 കഴിഞ്ഞ തവണ ഇടതിനൊപ്പം ആര് തലസ്ഥാനം പിടിക്കുന്നു അവർ കേരളം ഭരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം. ഒരേ ഒരു സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. അത് കോവളത്ത് വിൻസെന്റ് ആണ്. പക്ഷേ ഇത്തവണ അത് പോരാ, പകുതി സീറ്റെങ്കിലും പിടിച്ചെടുക്കണം. UDF അതിനുള്ള പണിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. സീറ്റുകളെല്ലാം ഉറപ്പു ചേർത്താൻ കഴിയുമെന്ന് LDFും പറയുന്നു. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലൊക്കെ A ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് BJPയും ഉണ്ട്. എന്ത് പറയുന്നു തിരുവനന്തപുരം ഇപ്പോൾ? ഷിഹാസെ, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം തിരുവനന്തപുരം ആരുടെ കൂടെ നിൽക്കുന്നുവോ അവർ സർക്കാർ ഉണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന ഒരു രീതി. തിരുവനന്തപുരത്ത് നിലവിലാകെയുള്ള 14 സീറ്റുകളിൽ കോവളം ഒഴികെ 13 സീറ്റുകളും നിലവിൽ LDFിൻ്റെ കയ്യിലാണ്. പക്ഷേ അതിൽ വലിയ ചോർച്ചയുണ്ടാകും എന്ന കാര്യം LDF തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആകും എന്നുള്ളതാണ്. UDF വലിയ അവകാശവാദമാണ് ജില്ലയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. CPMിൻ്റെ കോട്ടക്കുത്തളങ്ങൾ പിടിച്ചടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ തിരുവനന്തപുരം സെൻട്രലുമാണ് വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നത്. അവിടെ താമര വിരിയും എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ BJP പ്രവർത്തകരെല്ലാം പറയുന്നത്. ചുരുക്കത്തിൽ തിരുവനന്തപുരം ജില്ല ഏറെ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കാനുള്ളത് കടുത്ത മത്സരമാണ്. നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നടക്കുന്ന ത്രികോണ പോരാട്ടം കൂടാതെ നിരവധി മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ നാളെ രാവിലെ 8 മണിയിലേക്ക് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓരോ ആളുകളും. ഷിഹാസ്, ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി